ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വാടക കൊലയാളിയായി എത്തിയിട്ടുള്ള മുരുകനെ നല്ല രീതിയിൽ സൽക്കരിക്കുകയാണ് രാഹുൽ മദ്യമൊക്കെ മേടിച്ചു കൊടുത്ത് അവന് കുടിക്കാൻ കൊടുക്കുകയും അതുപോലെ തന്നെ അവനോട് കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. എത്രയും വേഗം ആ കിരണിനെ ഇല്ലാതാക്കണം, അപ്പൊ അതിനുശേഷം മറ്റൊരാളെയും കൂടിയും ഇല്ലാതാക്കാനുണ്ടെന്ന് പറയുമ്പോൾ അതാരെയാണ്, ഇനി വേറൊരു കൊട്ടേഷനും കൂടി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഉണ്ട്, നീ ആദ്യം ഇത് ചെയ്യ്, അതിനുശേഷം മറ്റേത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആ മുരുകൻ ചോദിക്കുന്നുണ്ട് അതാരെയാണ്, അതായത് ഈ കിരൺ സാറിന്റെ അച്ഛനെയാണോ, അയാൾ ഇത്തിരി പെശകാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അയാളെയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അവിടെ നിൽക്കട്ടെ, കിരൺ എന്തായാലും മരണപ്പെടുമ്പോൾ അവൻ ഹൃദയാഘാതം മൂലം അവൻ മരണപ്പെടും, എന്തായാലും അവൻ ആ ഒരു വേദന സഹിക്കാൻ പറ്റില്ല, അതവിടെ കിടക്കട്ടെ, അതല്ല പ്രശ്നം. എന്തായാലും വേറൊരാളെ കൊല്ലാനുണ്ടെന്ന് പറയാണ്, അത് മറ്റാരുമല്ല നമ്മുടെ മനോഹരനെയാണ് കേട്ടോ. അങ്ങനെ ഇവൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിരണിനെ കൊല്ലാനൊക്കെ ആയിട്ട് തയ്യാറായി ചെല്ലുന്ന സമയത്തൊക്കെ അതൊക്കെ ആകെ പാളി പോകുന്നുണ്ട്. എന്തായാലും കിരണിന് ഒരു അപകടവും പറ്റുന്നില്ല. അതേ സമയത്ത് നമ്മുടെ സേനൻ ഈ ഒരു സത്യം തിരിച്ചറിയുമ്പോൾ സേനൻ അറിയാം എന്തായാലും ഈ രാഹുൽ തന്നെയാണ് ഇതിന്റെ പുറകിലെന്ന്. രാഹുൽ ആ കുറ്റൊക്കെ വിക്രത്തിന്റെയും അതുപോലെ തന്നെ പ്രകാശിന്റെ ഒക്കെ തലയിൽ ഇട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവർക്കറിയാം ഇതിന്റെ പിന്നിൽ എന്തായാലും രാഹുലാണെന്ന്. അങ്ങനെ രാഹുലിനെ വീട്ടിൽ ചെന്നിട്ട് രാഹുലിനെ ഇഞ്ച പരുവത്തിൽ നല്ല അടിയടിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സരയുവിന്റെ കഴുത്തിന് പിടിച്ചിട്ട് സരയുവിനോട് പറയുന്ന ഒരു സത്യം വെളിപ്പെടുത്താനൊക്കെ മുതിരുന്നുണ്ട്. മറ്റാരുടെ എല്ലാം നമ്മുടെ മനോഹരനെ പറ്റിയുള്ള ഒരു സത്യം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിങ്ങൾ ജീവിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ മരണം, അതായത് നിങ്ങളുടെ മകളുടെ ശവം നിങ്ങൾ കാണേണ്ടി വരും. അറിയാലോ കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ മകൾക്ക് മാത്രമേ സത്യങ്ങൾ അറിയാത്തതുള്ളൂ, എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കേണ്ട, ഞങ്ങൾ വെറുതെ വിടുമ്പോൾ നിങ്ങൾ ഞങ്ങളെ തലയിൽ കയറാണില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രാഹുലിനെ തല്ലി ചതയ്ക്കുകയും സരയുനിട്ട് നല്ല കൊട്ടുകൊടുക്കുകയൊക്കെ ചെയ്തിട്ട് തന്നെയാണ്, അങ്ങനെ നല്ലൊരു പേടി അവർക്ക് കൊടുത്തിട്ട് തന്നെയാണ് സേനൻ ആ വീട്ടിൽ നിന്ന് മടങ്ങുന്നത്. നമ്മുടെ സരുവിനപ്പോൾ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നിൽക്കുകയാണ്. എന്താണ് ഇവർ പറയുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.